ഇന്ന് മദേഴ്സ് ഡേയുടെ ഒരു ക്രാഫ്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ലാച്ചാമുള്ള ഒരു ഡ്രസ്സാണ്. ഹാപ്പി മദേഴ്സ് ഡേ. നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രോക്ക് നമുക്ക് ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ കളറിൽ ഒരു ബ്ലൗസ് ഉണ്ടാക്കാം. അതിനായിട്ട് നാലായിട്ട് മടക്കണം. നാലായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. ഈ നടുക്ക് ഭാഗം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ സൈഡിൻ്റെ അവിടെ നമുക്കൊന്ന് വരയ്ക്കാം. ഇവിടുന്ന് താഴേന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വരയ്ക്കണം. അപ്പം നമ്മുടെ ഡ്രസ്സ് ഇതുവരെ വെട്ടിയെടുക്കാം. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ മുകളിൽ വരെ വെട്ടിയെടുക്കാം. ഇനി താഴെ സൈഡ് അതായത് ഇവിടെ വെട്ടിയിരിക്കുന്നത് അവിടെ അല്പം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഫ്രണ്ടിൽ ഇത് അല്പം കൂടി നമുക്ക് മുകളിലോട്ടൊന്ന് കട്ട് ചെയ്യാം. ഇനി ഫ്രണ്ടിൽ ഇവിടെ അല്പം ഒന്ന് കട്ട് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അല്പം മുകളിൽ വശത്തൊന്ന് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അല്പം നമുക്ക് കോളർ വയ്ക്കാനായിട്ട് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റി പിന്നെ കുറച്ച് നമുക്ക് ഈ ഫ്രണ്ട് മാത്രം ഒന്ന് താഴെ അറ്റം വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ഈ സൈഡ് നമ്മൾ അല്പം കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. നമുക്കിനി കഴുത്ത് അല്പം കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് ഇറക്കി കൊടുക്കാം. ഈ സൈഡും അല്പം ഒന്ന് ഇറക്കി കൊടുക്കാം. നമുക്ക് തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഉമ്മയ്ക്കൊക്കെ ബ്ലൗസ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു കോളർ വെച്ച് കൊടുക്കണം. അതിലൊരു കോളർ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു ഈ പേപ്പർ എടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് അല്പം ഒന്ന് കട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മുഴുവൻ അല്പം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൽ നമ്മൾ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കോളറാണ്. നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പുറത്തൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഉടുപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക്
ഇതിനകത്തൊരു നമ്മളിപ്പോൾ കോളറിൻ്റെ റെഡല്ലേ വെച്ചത്, അതുകൊണ്ട് അകത്ത് നമുക്കൊരു റെഡ് കളറിലൊരു ഷീറ്റ് പേപ്പർ വെച്ച് കൊടുക്കാം. ഇന്നറായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇതിൽ നിന്നൊരു റെഡ് കളർ പേപ്പറോടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കതിന് അളവ് നോക്കിയിട്ട് വേണം വയ്ക്കാൻ, കൂടുതലായി പോകാൻ പാടില്ല. ഇതല്പം നീങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അല്പം കൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി അല്പം പശ വെച്ച് നമുക്കിതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പം ഞാൻ 6ാമത്തെ ഒരു ഉടുപ്പിൻ്റെ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഇതിനുമ്പ് ഒരു 5 ക്രാഫ്റ്റോളം ചെയ്തിട്ടുണ്ട്. 6ാമത്തെ ക്രാഫ്റ്റാണ്. നമുക്ക് ഈ ബ്ലൗസിനോട് വച്ചിരിക്കാം. ഇനി ഈ പാവാടയ്ക്കുള്ള ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ ഒന്ന് 2ആയിട്ട് മടക്കാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണം. ഈ കട്ടി പേപ്പർ ആയതുകൊണ്ട് നമുക്ക് മടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമുക്ക് മടക്കണമല്ലോ. മടക്കിയിട്ടുണ്ട്. ഇനി ഇതിന് ഇങ്ങനെ മടക്കാം. നമുക്ക് ഇത്രയും വേണ്ട, കുറച്ച് മതി, കുറച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതിനെ ഒന്ന് ഈ സൈഡൊന്ന് ഇങ്ങനെ കോണിച്ച് മടക്കണം. കോണിച്ച് കാണാൻ പറ്റുന്നുണ്ടോ? കോണിച്ച് ഇങ്ങനെ മടക്കണം. ഒരു വശം ഒന്ന് വലുതായിട്ട്, ഒരു വശം ഒന്ന് ചെറുതായിട്ട്. ഒരു വശം വലുതായിട്ട്, ഇത്രയും ഈ സൈഡ് മടക്കിയിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഇങ്ങനെ മടക്കണം. ഒരു വശം ചെറുതായിട്ട്, നമ്മൾ ഈ ഭാഗം ചെറുതായിട്ട് മടക്കണം. ഇങ്ങനെ ഈ ഭാഗം ചെറുതായി, താഴ്ഭാഗം ചെറുതായിട്ട്, മുകൾ ഭാഗം വലുതായിട്ട് മടക്കണം. വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുക്കാം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തിരിച്ചെടുത്തിട്ട് ഈ ഭാഗം ഇങ്ങനെ വയ്ക്കണം, ഈ ഭാഗം ഇങ്ങനെ വയ്ക്കണം. ഒരിക്കൽ കൂടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കണം. ഒന്നുകൂടെ ഇങ്ങോട്ട് മടക്കണം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് ഇതിനകത്ത് വെച്ച് കൊടുക്കാം. ഇത് ഇത്തിരി വലുതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഒന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് മടക്കിയെടുത്തിട്ട് നമുക്ക് ഇതിനകത്തൊന്ന് വെച്ച് കൊടുക്കാം, ഇൻസർട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് അല്പം ഒന്ന് ഗം തേക്കണം. അപ്പോൾ
എപ്പോഴും ഗം തേച്ച് വെച്ചില്ലെങ്കിൽ നമ്മൾ രണ്ട് ഉടുപ്പും സെപ്പറേറ്റ് ആയി പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഗം തേച്ച് വയ്ക്കും. ഇപ്പം നമ്മുടെ പാവാടയും ഉടുപ്പുമായിട്ടുള്ളത് റെഡിയായിട്ടുണ്ട്. ഹാപ്പി മദേഴ്സ് ഡേ.